ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബെനവഞ്ചർ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വളരാൻ, കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കാൻ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുക. മുമ്പുകാലം ഈ പീഡാനുഭവങ്ങളെ നന്നായി ധ്യാനിക്കുന്ന കാലമല്ലേ? വെറുതെ ഇങ്ങനെ പീഡാനുഭവത്തിൻ്റെ ധ്യാന വഴികളിലൂടെ കടന്നു പോവുകയല്ല, നിയതമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് കടന്നു പോകണം. ഞാൻ പണ്ട് എന്തിനാണ് പീഡാനുഭവ ധ്യാനം അല്ലെങ്കിൽ പീഡാനുഭവത്തെ വീണ്ടും ഓർക്കുന്നത് എന്ന് ചിന്തിച്ചിരുന്നു. ഗുരുക്കന്മാരുടെ ചിന്താവഴിയിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ഇടവന്നപ്പം ഇതെന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. പുണ്യം കൂടുതൽ കൂടുതൽ അഭ്യസിക്കാനായിട്ട് പലവിധ മാർഗങ്ങളിലൂടെ പുതുകാലം പരിശീലനം നമ്മെ ക്ഷണിക്കുമ്പം ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു വെക്കുക, പുണ്യത്തിൻ്റെ വഴിയിൽ കൂടുതൽ കൂടുതൽ ആഴമാകാനായിട്ടുള്ള, പുണ്യത്തെ കൂടുതൽ പ്രണയിക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ ധ്യാനമാണ്. ഏതൊരു വ്യക്തിക്കും പരിശീലിക്കാവുന്ന, ഏറ്റവും എളുപ്പത്തിൽ പുണ്യത്തെ ആഴപ്പെടുത്താൻ പര്യാപ്തമാകുന്ന സുന്ദരമായ ഒരാത്മീയ ചിന്തയാണത്. കൃപകളും അങ്ങനെ തന്നെ. വിശുദ്ധ പൗലോസ് തൻ്റെ മുറിവൊന്നു മാറ്റിയിട്ട്, മുള്ളൊന്നു മാറ്റിയിട്ട്, കുറേയും കൂടെ സ്വാഭാവികമായ ജീവിതത്തിൻ്റെ ആഗ്രഹവുമായി സന്നിധിയിൽ വ്യാപരിക്കുമ്പം കൃത്യമായിട്ട് വെളിപാടിലൂടെ എന്ന വണ്ണം തമ്പുരാൻ വിശുദ്ധ പൗലോസിനോട് ചോദിക്കുന്നില്ലേ, മുള്ളുമാറ്റണോ കൃപ വേണോ? കൃപയുടെ ആഴമറിയുന്നവനായി വിശുദ്ധ പൗലോസ് കൃത്യതയോടുകൂടിയിട്ട് വിളിച്ചു പറഞ്ഞു, കൃപ മതി, ഉള്ളവിടെ ഇരുന്നോട്ടെ, ഉള്ള എന്തുമാവട്ടെ. ഓർക്കണം, കൃപയ്ക്കുമേൽ കൃപ നൽകാൻ കഴിയുന്നവൻ്റെ ആ പീഡാസഹന ധ്യാനം പെട്ടെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മെ അത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ആ പീഡാസഹനത്തെ, ആ രംഗങ്ങളെയൊക്കെ ആവർത്തിച്ച് കാട്ടിക്കൊടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും ധരിച്ചിരുന്നത്, എന്തിനാ വെറുതെ ഇത്? എന്നാൽ ഇന്നെനിക്ക് ബോധ്യമുണ്ട്, ജീവിതത്തിൽ എനിക്കത് തമ്പുരാൻ തന്ന വെളിച്ചമായി, വെളിപാടായി ഞാനത് സ്വീകരിക്കുക. ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ഈ ഒരു ധ്യാനത്തിലേക്ക്, നോമ്പുകാലത്തിലൂടെ അല്പനേരമെങ്കിലും ആ പീഡാസഹനത്തെ, ആ കുരിശുമരണത്തെ, അവിടുന്ന് കടന്നുപോയ ശരീരത്തിൻ്റെ ശിരസ് മുതൽ പാദം വരെ മുറിവേൽക്കാത്ത ഒരിടം പോലുമില്ലാതെ വേദന കൊണ്ട് പുളയുന്ന അത്തരം അനുഭവങ്ങളുടെ ധ്യാനത്തിലൂടെ പുണ്യം വളരാനും കൃപകൾ വർദ്ധിക്കാനും ഇടയാകാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അതിനായി ആഗ്രഹിക്കാം, ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പുണ്യങ്ങൾ വളരാനും കൃപകൾ വർദ്ധിക്കാനും പീഡാസഹന ധ്യാനം സഹായിക്കുന്ന ആത്മീയ ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.